വാച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നണത്? എങ്ങനെയായിരുന്നു ഇതിനകത്ത് പകുതി മലയാളികളും പകുതി തമിഴ്നാട്ടിലെ ആൾക്കാരാണ് അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസ് മീറ്റിലൊക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവരായിട്ടൊക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ വന്നപ്പോ? നിങ്ങൾ സിനിമ കണ്ടതല്ലേ, എനിക്ക് അവരായിട്ട് അധികം കോമ്പിനേഷൻസ് ഇല്ല. എന്റെ ഷൂട്ട് സ്കെഡ്യൂൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. അവർക്ക് കുറച്ചും കൂടെ ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ട്. ചോദിച്ചു വാങ്ങാനത് എന്താണ്, സാർ എന്നെ വിളിച്ചു ഇങ്ങനൊരു ക്യാരക്ടറിന്റെ ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ക്യാരക്ടർ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, ആൾക്കാർക്ക് ഇങ്ങനെ കണക്ട് ആവുന്ന ക്യാരക്ടറാണ് പ്രീതി എന്ന് എനിക്ക് തോന്നി. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് തോന്നി. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, എന്നാൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. പ്രിയയുടെ ക്യാരക്ടറാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി പുള്ളിക്കാരനോട് എന്തെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത്. ഡയറക്ഷനിൽ പുള്ളിക്കാരൻ വിളിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഒരു ഡയറക്ടറാണ്. എത്ര അടിപൊളി ആക്ടറാണോ അതിലും അടിപൊളി ഡയറക്ടറാണ്. എന്തൊരു കാര്യമാണെങ്കിലും, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം പെർഫോം ചെയ്ത് നമുക്ക് കാണിച്ചു തരാനുള്ള കഴിവുള്ള ഒരു ഓൾറൗണ്ടറാണ് പുള്ളിക്കാരൻ. സോ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇതിനകത്ത് പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഷൂട്ട് പാട്ടിലില്ല ഞാനില്ല, പാട്ടുകളിലൊന്നും ഞാനില്ല. എല്ലാ പാട്ടിയുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഞാൻ പാട്ടിന്റെ ലൊക്കേഷനിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. എന്റെ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ കംപ്ലീറ്റ്ലി വേറെ തന്നെ സമയത്ത്. അവരുടെ സ്കെഡ്യൂൾ വേറെ ആയിരുന്നു, ഞാനും പവിഷും തമ്മിലുള്ള സ്കെഡ്യൂൾ വേറെ ആയിരുന്നു. താങ്ക് യു. ഈ മലയാളത്തിൽ എപ്പോഴാണ് അടുത്ത പടങ്ങൾ എന്തെങ്കിലും? മലയാളത്തിൽ ഇതുപോലെ നല്ല ഓഫറുകൾ വരുമ്പോൾ മലയാളത്തിൽ ചെയ്യണം തന്നെയാണ് എന്റെ ആഗ്രഹം. സെക്കൻഡ് പാർട്ട് കാണും. സെക്കൻഡ് പാർട്ട് അവരായിട്ട് തന്നെ അനൗൺസ് ചെയ്തല്ലോ, അപ്പൊ പിന്നെ എന്തായാലും കാണാമല്ലോ. സെക്കൻഡ് പാർട്ടില് നമുക്ക് പ്രഭുവിന്റെയും പ്രീതിന്റെയും കഥ കാണാം. ഇനിയിപ്പോ ഇതിലവരെ പ്രീതിനെ മാറ്റുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെ ആയിരിക്കും ഞാനും പ്രതീക്ഷിക്കുന്നു. പ്രിയയുടെ മലയാള പടം അടുത്ത് എന്തായിരിക്കും? അത് അറിയില്ല, വിളിക്കുമ്പോ അപ്പൊ ഞാൻ പോയി അഭിനയിക്കും. നമുക്ക് നോക്കാം, പ്രാർത്ഥിക്കാം.